സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയ സഹോദരി, ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി.ഡി. സതീശൻ സാറ്, ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ സാറിന്റെ ഒരു വീഡിയോ ഒരു മുസ്ലിം സഹോദരൻ തന്നെ എനിക്ക് ലിങ്ക് സഹിതം അയച്ചു തന്നിട്ട് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു, കണ്ടോ ഞങ്ങളുടെ പ്രവാചകനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കണ്ടോ എന്ന്. ഞാനത് കേട്ടു, ശ്രദ്ധാപൂർവം കേട്ടു. കുറച്ച് ഭാഗമുള്ളൂ, 2 ഭാഗമാണ്. അതിൽ ഒന്ന് അവിടെ ക്രൈസ്തവർക്ക് ഉള്ളതും 2 ഇസ്ലാം കാരുണ്യമാണ് എന്ന് പറയുന്നതാണ്. ദൈവം അനുവദിച്ചാൽ ഇസ്ലാം കാരുണ്യമാണെന്ന് പറയുന്നതിന് മറുപടി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെ, ഈ മുസ്ലിം സഹോദരന്മാര് തന്നെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് പല സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുകയും ചിലവരത് എനിക്ക് അയച്ചു തരികയും ചെയ്തിട്ട് ഒരു വെല്ലുവിളി പോലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഈ ക്രൈസ്തവതയുടെ പേരിൽ കള്ളത്തരം പറയുമ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം എവിടെയൊക്കെ ക്രിസ്ത്യാനിറ്റി ഉണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനിറ്റിക്ക് അടിയും ഇടിയും ചവിട്ടും കുത്തും ഒക്കെ കൊണ്ടിട്ടുള്ളൂ. ഞങ്ങൾ മരിച്ചു വീണതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വിശ്വാസ സംഹിതയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ കൊന്നു തള്ളി വന്നതല്ല. അതുകൂടെ പറയാം. ക്രിസ്തുവിന് വേണ്ടി മരിച്ചു വീണവരുടെ പാതയിൽപ്പെട്ടവരാണ് ഞങ്ങൾ, അല്ലാതെ ക്രിസ്തുവിന് വേണ്ടി കൊന്നു തള്ളിയവരുടെ പാതയിൽപ്പെട്ടവരല്ല. അതുകൂടെ മനസ്സിലാക്കുക. ക്രൈസ്തവ വിശ്വാസം മുന്നോട്ട് വന്നത് പോലും മരിച്ചു വീണതിന്റെ ഫലമായിട്ടാണ്, അല്ലാതെ കൊന്നു തള്ളിയതിന്റെ ഫലമായിട്ടല്ല. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട സതീശൻ സാറ് പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേട്ടു. അത് വളരെ ചിരിച്ച, വളരെ സന്തോഷമുള്ള മുഖത്തോടുകൂടിയൊക്കെ തന്നെയാണ് പറയുന്നത്. വളരെ നല്ല കാര്യം സാറേ. പക്ഷേ അത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അവിടെ സംഭവിച്ചത് എന്നുള്ളത് പറയാം. മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായ മുഹമ്മദ്, അല്ലെങ്കിൽ അവർ വിളിക്കുന്ന മുഹമ്മദ് നബി എന്ന് പറയുന്നയാൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നതിന് ശേഷം, പാലായനം ചെയ്തതിന് ശേഷം മദീനയിൽ വെച്ചുണ്ടായ കാര്യങ്ങളൊന്നും സാറ് ശരിക്കും വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഖുറാന്റെ അകത്ത് 2 ഭാഗമാണ്. ഒന്ന് മക്ക സൂറ, മദീന സൂറ. ഈ മക്ക സൂറയില് വളരെ ഡീസന്റ് മെമ്പറാണ് ആര്? അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകൻ എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന, മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനായ മുഹമ്മദ് വളരെ ഡീസന്റ് ആയിട്ടുള്ള ആളാണ്. എന്നാൽ മദീനയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും 2 പേർക്കും സ്വഭാവത്തിനും എല്ലാം വ്യത്യാസം ഉണ്ടാവുകയും വരുന്ന ആയത്തുകൾക്ക് പോലും വ്യത്യാസം ഉണ്ടാകുന്ന ഒരു കാര്യം സാറിന് അറിയത്തില്ല എങ്കിൽ പോലും മുസ്ലിങ്ങൾക്കും അറിയാം, ഇസ്ലാമിനെ പറ്റി അത്യാവശ്യം പഠിച്ചവർക്കും അറിയാം. പഴയതുപോലൊന്നും നടക്കത്തില്ല സാറേ. വോട്ട് ബാങ്ക് രാഷ്ട്രീയം വേണ്ടിയായിരിക്കാം, പക്ഷെ പഴയതുപോലൊന്നുമല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മുന്നിലേക്ക് ഇസ്ലാം എന്ന് പറയുന്ന തുറന്ന പുസ്തകം അവർ തന്നെ തുറന്നു വെച്ചു കൊടുത്തിരിക്കുകയാണ്, ലോകരാജ്യങ്ങൾ മുഴുവനും. ആ പുസ്തകം വായിച്ചു പഠിച്ചവർ എന്തൊക്കെ ഈ ലോകത്ത്, ഈ കൊച്ചു കേരളത്തിൽ തന്നെ കാണിക്കുന്നുണ്ടെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സാർ എന്ത് കാര്യത്തിനാണ് ഇത് പറഞ്ഞതെന്നറിയില്ല. എങ്കിലും എനിക്ക് അയച്ചു തന്ന ആ ഇസ്ലാമിക സഹോദരനും എല്ലാവർക്കും ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. സാറ് പറഞ്ഞ ആ വോയിസ് ശരിക്കും ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. അതൊന്ന് കേട്ടെങ്കിൽ മാത്രമേ അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ബോധ്യമാകത്തുള്ളൂ. ഇപ്പോ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു പ്രവാചകൻ. മദീനയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നു, അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു. അവിടെ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി, മാതൃകാ ഭരണഘടന. ആ മാതൃകാ ഭരണഘടനയിൽ, പ്രവാചകന്റെ മാതൃകാ ഭരണഘടനയിൽ അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഭരണഘടന ആയിരുന്നില്ല അത്. അവിടെ മദീനയിൽ പ്രവാചകൻ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവരുടേതായ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനുമുള്ള അവകാശം പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനയാണ്, മാതൃകാ ഭരണഘടനയാണ്. ഈ മദീനയിൽ വെച്ചുണ്ടാക്കിയത് മോഡലാണ് അതെന്ന് പറയുന്നത്. അതിന്റെ വേറൊരു ഫോർമാറ്റാണ്, വേറൊരു പൂർണ്ണമായ രൂപമാണ് ഇന്ത്യയുടെ ഭരണഘടന. സാറ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു പ്രവാചകൻ. അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു. അവിടെ
പ്രവാചകൻ ഒരു ഭരണഘടന ഉണ്ടാക്കി, മാതൃകാ ഭരണഘടന. പ്രവാചകന്റെ മാതൃകാ ഭരണഘടന മുസ്ലിങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്നതല്ല. അവിടെ മദീനയിൽ ഉണ്ടായ ഭരണഘടനയിൽ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവരുടേതായ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിപ്പാനും ജീവിപ്പാനുമുള്ള അവകാശം പ്രദാനം ചെയ്തു. മനസ്സിലായോ? ഭരണഘടന, മാതൃകാ ഭരണഘടന മദീനയിൽ വെച്ചുണ്ടാക്കിയത് മോഡലാണ്. അതിന്റെ വേറെ ഒരു ഫോർമാറ്റ് രൂപമാണ് ഇന്ത്യൻ ഭരണഘടന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നു സതീശൻ സാറേ, കൈകൂപ്പി പറയാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു ഭാഗം പോലും ഇല്ല. വേണമെങ്കിൽ ദൈവം അനുവദിച്ചാൽ ഞാൻ ഇന്ത്യൻ ഭരണഘടന ഏതിൽ നിന്ന് കടം കൊണ്ടതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്കതിലൊരു കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വായന ഉള്ളതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ വായന ഉള്ളതുകൊണ്ട് ഇടത്തോട്ട് നിന്ന് തുടങ്ങി ഇടത്തേക്ക് തന്നെ അടച്ചു വെക്കുന്ന പുസ്തകത്തിൽ മാത്രമല്ല, അത്യാവശ്യം എല്ലാ മേഖലകളിലും അത്യാവശ്യം വായന സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയും വായിക്കാൻ കഴിവുള്ള ഒരാളും ആയതുകൊണ്ട് ഞാൻ പറയണം സാറേ, ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു മറ്റൊരു ഫോർമാറ്റാണ്. അല്ലെങ്കിൽ മദീനയിൽ വെച്ച് ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായ മുഹമ്മദ് എന്ന് പറയുന്നയാൾ ഉണ്ടാക്കിയ ഒരു ഫോർമാറ്റാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം ബുദ്ധിമുട്ടുണ്ട് സാറേ. അത് വേറെ ഒരു കാര്യം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സാറിപ്പോ പറഞ്ഞു, ഈ മുസ്ലിങ്ങൾക്ക്, ക്രൈസ്തവരും മുസ്ലിങ്ങളും ജൂതന്മാർക്കും അവരുടേതായ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിപ്പാൻ ജീവനക്കാനുള്ള അവകാശം കൊണ്ട് ഒരു ഭരണഘടന മദീന വെച്ചുണ്ടാക്കിയത്. ഇല്ല സാറേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സാർ അത് മനസ്സിലാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളവർ സാറിനെ അവിടെ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സാറ് പറയുന്നത് കേട്ടുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ആവേശം ഉണ്ടാക്കാം. കാരണം അള്ളാഹുവിന് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലും ഓർമ്മിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവർക്കും ഓർമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവർ സത്യസന്ധരായിട്ടുള്ളവരാണെങ്കിൽ അവര് അത് തിരുത്തിയാൻ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഖുറാന്റെ അകത്ത് 9-ാം അധ്യായമുണ്ട്, തൗബ എന്ന് പറയും. അത് മദീനയിൽ അവതരിച്ച സംഭവമാണ്. ആ അധ്യായം എന്ന് പറയുന്നത് മദീനയിൽ. ആ ഒരു അധ്യായം മാത്രം വായിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ആ അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെയാണ്: സത്യവിശ്വാസികളെ, നിങ്ങൾ കരാർ ചെയ്തിട്ടുള്ള ബഹുദൈവ വിശ്വാസികളോട് അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള ഒരു വിമോചന പ്രഖ്യാപനമാണിത്. സാറ് കേട്ടോ? അല്ലെങ്കിൽ എന്നെ കേട്ടവർക്ക് മനസ്സിലായോ? തൗബ തുടങ്ങുന്നത് തന്നെ ഒരു വിമോചന പ്രഖ്യാപനമാണിത് എന്ന് പറയുന്നതാണ് 1-ാമത്തെ ആയത്ത് തന്നെ തുടങ്ങുന്നത്. 9-ാം അധ്യായം തൗബ അല്ലെങ്കിൽ പശ്ചാത്താപം എന്ന് പറയുന്ന അധ്യായം. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിരിക്കുന്നത് ക്രൈസ്തവരെയും യഹൂദന്മാരെയും ഹിന്ദുക്കളെയും പാഴ്സികളെയും അല്ലെങ്കിൽ മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ ഒന്നുമല്ല. മനസ്സിലായോ? എക്സ് മുസ്ലിങ്ങളെ ഒന്നുമല്ല. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിരിക്കുന്നത് അള്ളാഹുവിലും അവന്റെ ദൂതനായ ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായ മുഹമ്മദിലും വിശ്വസിക്കുന്ന ആരാണോ, ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിലും വിശ്വസിച്ചു പോകുന്നവരാണ് സത്യവിശ്വാസികൾ. അല്ലാതെ യഹൂദനും ക്രൈസ്തവനും ഹിന്ദുവോ പാഴ്സിയോ ബുദ്ധ മതക്കാരനോ ജൈന മതക്കാരനോ ഒന്നുമല്ല. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അവന്റെ റസൂലിൽ നിന്നുള്ള ഒരു വിമോചന പ്രഖ്യാപനമാണിതുകൊണ്ടാണ് തൗബ തന്നെ തുടങ്ങുന്നത്. ആ തൗബ എന്ന് പറയുന്ന പശ്ചാത്താപം മദീനയിൽ തുടങ്ങിയതാണ് എന്നുള്ളതൂടെ സാർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ 5-ാമത്തെ ആയത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അങ്ങനെ ആ 4 ആദരണീയ മാസങ്ങൾ കഴിഞ്ഞാൽ സന്ധി ലംഘിച്ച് ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയും, തടവുകാരായി പിടിക്കുകയും വളയുകയും അവർക്ക് വേണ്ടി എല്ലാ കാവൽ സ്ഥലത്തും പതിയിരിക്കുകയും ചെയ്യാം. ഇനി അവർ ഖേദിച്ച് മടങ്ങുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ അവരെ പാട്ടിന് വിട്ടേക്കുക. അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികരുമാകുന്നു തീർച്ച. സാറേ, ആ വിലക്കപ്പെട്ട ആ 4 ആദരണീയ മാസങ്ങൾ കഴിഞ്ഞാലേ സന്ധി ലംഘിച്ച് ആ ബഹുദൈവ വിശ്വാസികളെ മദീനയിൽ ഇറങ്ങിയതാണ്, അല്ലാതെ മക്കയിലല്ല, മദീനയിൽ ഇറങ്ങിയ ആയത്താണ് ഈ പറയുന്നത്. ആ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണോ? അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്തവർ മുഴുവനും ബഹുദൈവ വിശ്വാസികളാണ്. ആ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയും, തടവുകാരായി പിടിക്കുകയും വളയുകയും അവർക്ക് വേണ്ടി എല്ലാ കാവൽ സ്ഥലത്തും എന്ത് ചെയ്യണം, പതിയിരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് അന്നേരം ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഏത് പ്രമാണമാണ് സാറേ? ഒരു ഭരണഘടന ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അത് ഏതാണ്? ഇനി അതിന്റെ 28-29 തൗബ തന്നെ 28-29. ഹേ വിശ്വസിച്ചവരെ,
നിശ്ചയമായി മുശ്രിക്കുകൾ അശുദ്ധർ തന്നെയാവുന്നു. അതിനാൽ അവരുടെ ഈ കൊല്ലത്തിന് ശേഷം അവർ മസ്ജിദുൽ ഹറാമിനെ, പാവനമായ പള്ളിയെ സമീപിക്കരുത്. നിങ്ങൾ വല്ല ഞെരുക്കവും ദാരിദ്ര്യവും ഭയപ്പെടുന്ന പക്ഷം അള്ളാഹു അവന്റെ അനുഗ്രഹത്താൽ വഴിയെ നിങ്ങളെ ധന്യരാക്കുന്നതാണ്. അവൻ ഉദ്ദേശിച്ചെങ്കിൽ നിശ്ചയമായും അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാകുന്നു. യാതൊരു കൂട്ടുകാരും യുദ്ധം ചെയ്തുകൊള്ളുവിൻ. അള്ളാഹുവിലാകട്ടെ അന്ത്യനാളിലാകട്ടെ അവർ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവും അവന്റെ റസൂലും നിഷിദ്ധമാക്കിയതിനെ അവർ നിഷിദ്ധമായി സ്വീകരിക്കുന്നുമില്ല. യഥാർത്ഥ മതത്തെ അവർ മതമായി ആചരിക്കുന്നില്ല. അതെ, വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് ഇങ്ങനെയുള്ളവരോട് യുദ്ധം ചെയ്തുകൊള്ളുവിൻ. അവർ നിസ്സാരന്മാരായി കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ അഥവാ കഴിവിനനുസരിച്ച് കപ്പം കൊടുക്കുന്നത് വരെ. മദീനയിൽ ഇറങ്ങിയതാണ് സാറേ. വേദഗ്രന്ഥം നൽകപ്പെട്ടവരെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെയാണ്, മനസ്സിലായോ? അവരോട് കപ്പം മേടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കപ്പം മേടിക്കാൻ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്തുവാ? വേറെ ഒന്നുമല്ല, അവര് അള്ളാഹു അവന്റെ റസൂലും നിഷിദ്ധമാക്കിയതിനെ അവർ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അവർ യഥാർത്ഥ മതത്തെ അവർ മതമായി എന്ത് ചെയ്യുന്നില്ല, ആചരിക്കുന്നുമില്ല. അതിന്റെ കാരണം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? വേദം നൽകപ്പെട്ടവരിൽ നിന്ന് ഇങ്ങനെയുള്ളവരോട് യുദ്ധം ചെയ്തുകൊണ്ട്. എങ്ങനെയുള്ളവരോട്? ഈ യഥാർത്ഥ മതത്തെ മതമായി ആചരിക്കാത്തവർക്ക് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരോട് എന്ത് ചെയ്യണം? അവർ നിസ്സാരന്മാരായി ഒന്നുമില്ലാത്തവരായിക്കൊണ്ട് അഥവാ കയ്യോടെ കഴിവിനനുസരിച്ച് എന്ത് ചെയ്യണം? കപ്പം കൊടുക്കുന്നത് വരെ. മദീനയിൽ ഇറങ്ങിയതാണ് സാറേ. ഇതിലെവിടാണ് മാതൃകാപരമായിട്ടുള്ള ഒരു ഭരണഘടന സാറിന് കണ്ടത്? അല്ലേലും മുഹമ്മദ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായ മുഹമ്മദ് എന്ന് പറയുന്ന ആളിന് ക്രിസ്ത്യാനികളെ യഹൂദന്മാരെയും ഒരു രീതിയിൽ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യം സാറ് മനസ്സിലാക്കണം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനി അടുത്തൊരു ആയത്ത്, തൗബ തന്നെ 31-ാമത്തെ ആയത്ത്. അള്ളാഹുവിനെ വിട്ട് അവർ തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ പുത്രൻ മസീഹിനെയും നാഥന്മാരാക്കി വെച്ചിരിക്കുന്നു. ഒരേ ഒരു ഇലാഹിനെ ആരാധിക്കാൻ മാത്രമാണ് അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. അവർ പങ്കു ചേർക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രയോ പരിശുദ്ധനാണ്. ഇതും മദീനയിൽ ഇറങ്ങിയ ആയത്ത് തന്നെയാണ് സാറേ. അല്ലെങ്കിൽ മുസ്ലിം ഈ ഇതുമായിട്ട് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ച് നടക്കുന്നവരോട് തന്നെയാണ് പറയുന്നത്. അല്ലാഹുവിനായിട്ട് അവർ തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ പുത്രൻ മസീസിനെയും നാഥന്മാരാക്കി വെച്ചിരിക്കുന്നു. ഏത് പണ്ഡിതനെയാ? ഏത് പുരോഹിതനെയാ? ഇനി മറിയമിന്റെ പുത്രൻ മസീഹ്, അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഖുറാനിൽ പറയുന്ന മറിയമിന്റെ പുത്രൻ മസീഹ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തുവാണ്, ഖുറാനിൽ പറയുന്ന ഈസയാണെന്നുള്ള ഒരു ധാരണയിലാണ് അവരിയ്ക്കുന്നത്. ആ ധാരണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ആ യേശുവും ബൈബിളിൽ പറയുന്ന യേശുവും ഖുറാനിൽ പറയുന്ന കള്ളത്തരത്തിന് കൂട്ടുനിന്ന ആ ഖുറാനിൽ പറയുന്ന ഈസയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളത് ഞാൻ പറയുകയാണ്. എങ്കിലും ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഈ മറിയമിന്റെ പുത്രൻ മസീഹിനെ നാഥന്മാരാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയും ഒരു ഖുറാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മദീനയിൽ ഇറങ്ങിയതാണ് സാറേ. അപ്പോൾ സാറ് ഒരു കാര്യം പറഞ്ഞത്, അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനും ഇല്ലായിരുന്നു. ഒരു കാരണവശാലും അവിടെ ഇല്ലായിരുന്നു. ഇനി ഈ ഒരു കാര്യത്തിന് വേണ്ടി യുദ്ധത്തിന് പുറപ്പെടണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏത്? അള്ളാഹുവിന്റെ മതം യഥാർത്ഥ മതമായിട്ട് അനുഷ്ഠിക്കുകയും അള്ളാഹു ദൈവമാണെന്നും മുഹമ്മദ് ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനാണെന്നും ഉള്ള വിശ്വാസത്തെ ഉറച്ചു പിടിച്ചുകൊണ്ട് മുമ്പോട്ട് യാത്രയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് ചെയ്യണം? യുദ്ധത്തിന് പോകാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടു പോകുന്നില്ലെങ്കിൽ അവൻ അള്ളാഹു നിങ്ങളെ വേദനയേറിയ ശിക്ഷ ശിക്ഷിക്കും. നിങ്ങളല്ലാത്ത വേറെ വല്ല ജനതയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും. അവന് നിങ്ങൾ യാതൊന്നും തന്നെ ഉപദ്രവം വരുത്തുന്നതുമല്ല, നിങ്ങൾക്ക് തന്നെയായിരിക്കും അത് ഉപദ്രവമായിരിക്കുക. അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. സാറേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരോട് പറയുകയാണ്, ഈ ഖുറാനായത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടു പോകുന്നില്ലെങ്കിൽ അവൻ അള്ളാഹു നിങ്ങളെ വേദനയേറെ ശിക്ഷിക്കും. നിങ്ങളല്ലാത്ത വേറെ വല്ല ജനതയും അവൻ പകരം കൊണ്ടുവരും. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ മാർഗം സത്യമാണെന്ന് പറയാൻ വേണ്ടി, അള്ളാഹുവിന് വേണ്ടി വാറോലകൾ എഴുതാൻ,
അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി വാറോലകൾ എഴുതാൻ വേണ്ടി മറ്റു മതത്തിൽ നിന്ന് കൊണ്ടുവരും. പല ആൾക്കാരും അങ്ങനെ ഉണ്ടല്ലോ. ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് എഴുതുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു മനുഷ്യനുണ്ട്. അതേപോലെ തന്നെ പല ആൾക്കാരും ഉണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുകൊണ്ട്, ഹിന്ദുയിസത്തിൽ നിന്നുകൊണ്ട് അവരുടെ മതത്തിനേക്കാൾ വലുതാണ് ഇസ്ലാമെന്ന് വിളിച്ചു പറയാൻ വേണ്ടി അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരാ. കാരണം നിങ്ങളല്ലാത്ത വല്ല ജനതയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറയുമ്പോഴത്തേനും പിന്നെ ആരാണുള്ളത്? മുസ്ലിം അല്ലാത്ത മറ്റൊരു ജനതയെ അതിൽ അള്ളാഹു ഇവർക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി കൂലിവേലക്കാരായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ല വേറൊന്നുമല്ല, ആ കൂലി വേലക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ട്. എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും സ്റ്റുഡിയോയില് ഡ്രസ്സ് എടുക്കാൻ പോയി, ഒരുപാട് സ്റ്റുഡിയോ കണ്ടപ്പോൾ എനിക്ക് കയറാൻ താല്പര്യം തോന്നി. ഞാൻ അപ്പുറത്തെ കടയിൽ കയറി ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഡ്രസ്സ് മേടിച്ചു. നീ മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോ അടച്ചു പോകും. ടാറ്റാടെയാണെന്നുള്ള കാര്യം ലോകം മുഴുവനും പറഞ്ഞു. എന്താ കള്ള, എല്ലാ സ്ഥലത്തും നല്ല കച്ചവടമുണ്ട്. അതിനും മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ എന്തൊക്കെയുണ്ടോ സ്നേഹം പങ്കുവെക്കുന്നുണ്ട് കേട്ടോ, എല്ലാ കാര്യത്തിലും. ഇനി അടുത്തൊരു മദീനയിൽ അവതരിച്ചത് തന്നെയാണ്. മദീനയിൽ സാറ് പറഞ്ഞ ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ ആ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നേരെ വിപരീതമായിട്ടുള്ള ഒരു സംഭവമാണിത്. പ്രവാചകരെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും താങ്കൾ സമരം ചെയ്യുകയും പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവരുടെ വാസസ്ഥലം നരകമാണ്. ആ പരിണാമ സ്ഥാനം എത്ര ദുഷിച്ചതാണ്. കപടവിശ്വാസികളെ എന്ന് വിളിച്ചിരിക്കുന്നത്, സത്യനിഷേധികളെ എന്ന് വിളിച്ചിരിക്കുന്നത് യഹൂദനെയും ക്രൈസ്തവരെയാണ്. അവിടെ അന്ന് ഹിന്ദുക്കളില്ലായിരുന്നു. അള്ളാഹുവിന് ഈ രണ്ട് ആൾക്കാരെ അറിയത്തുള്ളായിരുന്നു, വേറെ ആരെയും അറിയത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അള്ളാഹുവിന് അവിടെ വിട്ടു പുറത്തേക്കുള്ള ഒരു ഇതില്ല. ബൈബിളിനകത്ത് സകല ജാതികളും എന്ന് പറയുമ്പോഴത്തേനും എല്ലാ ജാതികളെ പറ്റി എന്റെ ദൈവത്തിന് അറിയാം. പക്ഷെ ഇവിടെ അള്ളാഹുവിന് ഈ രണ്ട് ആൾക്കാരെ അല്ലാതെ, കൂടുതലായിട്ട് ഈ രണ്ടുപേരെ അല്ലാതെ വേറെ ആരെയും അറിയത്തില്ലായിരുന്നു. അത് അള്ളാഹുവിന് പറ്റിയ ഒരു അബദ്ധമാണ്, അല്ലെങ്കിൽ മുഹമ്മദിന് പറ്റിയ ഒരു അബദ്ധമാണ്. ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായ മുഹമ്മദിന് പറ്റിയ ഒരു അബദ്ധമായിരിക്കാം. ഇപ്പൊ ഇവിടെ വിളിക്കുകയാണ്, പ്രവാചകരെ എന്ന് വിളിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളല്ലേ, യഹൂദനെയല്ല. ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായ മുഹമ്മദിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ എടുത്തുനിന്ന് കടന്നു വന്നെന്ന് അവരാവകാശപ്പെടുന്ന മലക്ക് പറയുകയാണ്, സത്യനിഷേധികളും കപടവിശ്വാസികളോടും താങ്കൾ സമരം ചെയ്യുകയും മദീനയിൽ അവതരിച്ചാണ് സാറ്. ഇതിലെന്ത്, ആർക്ക്, എവിടെയാണ് അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ളത് കൊടുത്തിരിക്കുന്നത്, പ്രാർത്ഥിക്കാനുള്ളത്? മദീനയിൽ അവതരിച്ച മറ്റൊരായത്ത്, ഹേ വിശ്വസിച്ചവരെ, അവിശ്വാസികളിൽ നിന്ന് നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരായി നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുവിൻ. അവർ നിങ്ങളിൽ പരുഷത കണ്ടെത്തുകയും ചെയ്യട്ടെ. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹേ വിശ്വസിച്ചവരെ, അവിശ്വാസികളിൽ നിന്ന് നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരുമായി നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുവിൻ. അവിശ്വാസികളിൽ നിന്ന് നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരാരാ? വിശ്വാസികളുടെ അടുത്ത് നിൽക്കുന്ന അവിശ്വാസികളുടെ നിങ്ങളെ അടുത്ത് നിൽക്കുന്നവരായിട്ട് യുദ്ധം ചെയ്തോളാൻ. അവർ നിങ്ങളിൽ പരുഷത കണ്ടെത്തണം. മദീനയിൽ ഇറങ്ങിയതാണ് സാറേ, വേറെ എവിടെ ഇറങ്ങിയതല്ല. ഇനിയുമുണ്ട്. 8-ാം അധ്യായം യുദ്ധം മുതൽ അതിന്റെ 39 പറയാണ്, സത്യവിശ്വാസികളെ ഫിത്തന ഉണ്ടാക്കാതിരിക്കുകയും ദീൻ മതം മുഴുവൻ അള്ളാഹുവിനായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുവെങ്കിൽ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി നിശ്ചയമായി അള്ളാഹു കണ്ടറിയുന്നവനാണ്. പിന്നീട് വേണ്ടത് അവൻ ചെയ്തുകൊള്ളും. ഹേ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിരിക്കുന്ന ആരോടാണെന്നറിയോ? ഇതും മദീനയിൽ അവതരിച്ചത് തന്നെയാണ്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിരിക്കുന്നത് ഇസ്ലാമിലെ ആൾക്കാരെയാണ്, മുഹമ്മദീയരെയാണ്. ഫിത്തന, കുഴപ്പം ഉണ്ടാക്കാതിരിക്കുകയും ദീൻ എന്ന് വെച്ചാൽ മതം മുഴുവൻ അള്ളാഹുവിനായി തീരുകയും ചെയ്യുന്നവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തുകൊള്ളുവിൻ. അപ്പൊ മദീനയിൽ താമസിക്കുന്നവരോട് സാറ് തന്നെ പറഞ്ഞല്ലോ, യഹൂദനും ക്രൈസ്തവനോടുണ്ടെന്ന്. അപ്പോൾ ഈ ദീൻ മതം മുഴുവനും അള്ളാഹുവിനായി തീരുന്നവർ ആരോട് യുദ്ധം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരോടെന്ന് പറയുമ്പോൾ ആരാ? യഹൂദനും ക്രൈസ്തവരും അല്ലേ അവിടെ ഉള്ളത്? അല്ലെങ്കിൽ അള്ളാഹുവിനും മുഹമ്മദിലും വിശ്വസിക്കാത്തവരായിട്ടുള്ളവരല്ലേ? അവരോട് യുദ്ധം ചെയ്യുവാൻ പറയുമ്പോഴത്തേനും എവിടെയാണ് സാറ് പ്രാർത്ഥനയ്ക്കും ജീവിതത്തിനും അവകാശമുണ്ടെന്ന് സാറ് പറഞ്ഞ ആ ഒരു ഭരണഘടന എവിടെയാണ്? അങ്ങനെ ഒരു ഭരണഘടന ഇല്ല, അങ്ങനെ ഒരു ഭരണഘടന കാണാനില്ല. നീ 8, അതും മദീനയിൽ ഇറങ്ങി തന്നെയാണ്. 8 യുദ്ധം മുതൽ 65-ാമത്തെ ആയത്ത് ഇങ്ങനെ പറയുന്നു, ഹേ നബിയെ, സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായി 20 പേരുണ്ടായിരുന്നാൽ അവർ 200 പേരെ ജയിച്ചടക്കുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 100 പേരുണ്ടായിരുന്നാൽ അവിശ്വസിച്ചവരിൽ നിന്ന് 1000 പേരെയും അവർ ജയിച്ചടക്കുന്നതാണ്. അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനതയാണെന്നുള്ളത് കൊണ്ടാണത്.
മദീനയില് വെച്ചുണ്ടാക്കിയ ആയത്താണിത്. അവിശ്വസിച്ചവരിൽ നിന്ന് 1000 പേരെ അവർ ജയിച്ചടക്കുന്നതാണ്. അപ്പൊ അവിശ്വാസികളുടെ മേൽ എന്ത് ചെയ്യണം? മതത്തിന്റെ രീതിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ യുദ്ധം ചെയ്യണം. എന്തിനു വേണ്ടിയാ? അള്ളാഹുവിൽ വിശ്വസിക്കുക, മുഹമ്മദിൽ വിശ്വസിക്കുക, മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആകുക, ജനങ്ങൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആകുക, ജനങ്ങൾ മുഴുവനും അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള വിളിച്ചു പറയുക, അങ്ങനെ മതം സ്വീകരിക്കുക. ഇല്ലാത്തവർ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. ഞാൻ പറഞ്ഞല്ല, ഇത് ഖുറാന്റെ അകത്തെ ആയത്താണ്. മദീന സൂറാണ്, അല്ലാതെ മക്കയല്ല. ഇനി 5:14 പറയുകയാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞവരിൽ നിന്ന് നാം കരാർ വാങ്ങുകയുണ്ടായി. എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്നൊരു വിഭാഗം അവർ മറന്നുകളഞ്ഞു. അതിനാൽ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെയും ശത്രുതയും വിദ്വേഷവും നാം ഇളക്കിവിട്ടു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു പിന്നീട് അവരെ പറഞ്ഞറിയിക്കുന്നതാണ്. ഇതും മദീനയിൽ ഇറങ്ങിയത് തന്നെയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞവരിൽ നിന്ന് നാം കരാർ വാങ്ങണ്ടേ, എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ട ഒരു ഭാഗം മറന്നു കളഞ്ഞു. അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെയും ശത്രുതയും വിദ്വേഷം നാം ഇളക്കിവിട്ടെന്ന് എന്തിന്റെ കാര്യത്തിലാണ്? എന്ത് കാര്യത്തിലാണ്? അവർക്ക് പ്രാർത്ഥന, അവരുടെ ജീവിതവും മുഹമ്മദ് ഉണ്ടാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് ഇത്തരം ആയത്തുകൾ അള്ളാഹു ഇറക്കി കൊടുത്തെങ്കിൽ അവിടെ എവിടെയാണ് മാതൃകാപരമായിട്ടുള്ള ഭരണഘടന ഉള്ളത്? മാതൃകാപരമായിട്ടുള്ള ഭരണഘടന അവിടെ ഉണ്ടായിട്ട് പോലുമില്ല. ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഭരണഘടന അവിടെ ഉണ്ടാക്കിയിട്ട് പോലുമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ തെറ്റാണെന്നുള്ള കാര്യം സാറിന് ബോധ്യമായെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഇതിന്റെ കമന്റ് ബോക്സിലൊക്കെ എഴുതിയിടാൻ വരുന്ന പല ജിഹാദികളും ഉണ്ട് സാറേ. അവർക്കൂടെ കുറച്ചൊക്കെ മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാകുകയല്ല. പിന്നെ ഈ മദീനയിൽ വെച്ച് തന്നെ ഇറങ്ങിയതാണ് മറ്റൊരു ആയത്ത്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താൻ. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. മദീനയിൽ ഇറങ്ങിയ ഈ സൂറക്കകത്ത് പറഞ്ഞിരിക്കുന്നത് യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. എന്തുകൊണ്ടാണ്? വേറെ ഒന്നുമല്ല, അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കുന്നില്ല, അവർ ഇസ്ലാം ആകുന്നില്ല. മുഹമ്മദ് കൊണ്ടുവന്ന സത്യമെന്ന് പറഞ്ഞ് അവർ അവകാശപ്പെടുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലേക്ക് ഇവരാരും വരുന്നില്ല. അതുകൊണ്ട് ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. ശരിയല്ലേ? സത്യവിശ്വാസികളെ വിളിച്ചിരിക്കുന്ന യഹൂദരെയും ക്രൈസ്തവരെയും അല്ല, മുസ്ലിങ്ങളെ തന്നെയാണ്. ഇതും മദീനയിൽ ഇറങ്ങിയതാണ്. ഈ മദീനയിൽ ഇറങ്ങിയതിൽ എവിടെയാണ് സാറേ ഇതിനൊരു ഭരണഘടന ഉള്ളത്? എവിടെയാണ് ഭരണഘടന? മാതൃകാപരമായിട്ടുള്ള ഒരു ഭരണഘടന ഇതിൻ്റെ അകത്ത് എവിടെയാണ്? ഇനിയുണ്ട്: നിശ്ചയമായ അള്ളാഹുവിനോട് അവന്റെ റസൂലിനോട് പോരാടുകയും ഭൂമിയിൽ കുഴപ്പത്തിന് പരിശ്രമം നടത്തുകയും ചെയ്യുന്നവരുടെ പ്രതിഫലം അവർ നിർദ്ദയം കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ തന്നെയാകുന്നു. അല്ലെങ്കിൽ ഒന്നൊന്നിന് എതിരിൽ നിന്നായി അവരുടെ കൈകളും കാലുകളും മുറിച്ചു കളയപ്പെടുകയോ സ്വന്തം ഭൂമിയിൽ നിന്ന് അവർ നാടുകടത്തപ്പെടുകയോ തന്നെയാവുന്നു. അതവർക്ക് ഇഹത്തിൽ ഒരു അപമാനമായിരിക്കും. അവർക്ക് പരലോകത്തിലാകട്ടെ വമ്പിച്ച ശിക്ഷയും ഉണ്ടായിരിക്കും. അമാനുമാരുടെ തഫ്സീറിലുള്ള സംഭവമാണ്. നിശ്ചയമായ അള്ളാഹുവിനോട് അവന്റെ റസൂലിനോട് പോരാടുകയും ഭൂമിയിൽ കുഴപ്പത്തിന് പരിശ്രമം നടത്തുക. എന്ന് പോരാടുക എന്ന് വെച്ചാൽ എന്താണ്? ദീൻ മതത്തിന് വേണ്ടി മതം പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇബ്നു നുഗാസിന്റെ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും പോരാടുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുക, അള്ളാഹുവിലും മുഹമ്മദിലും ഇസ്ലാം കാര്യത്തിലും ഈമാൻ കാര്യത്തിലും വിശ്വസിക്കാത്ത ഒരു ജനത എവിടെയുണ്ടോ അവർ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും പോരാടുന്നു എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവരോട് എന്ത് ചെയ്യണം? എതിരിൽ നിന്നായി അവരുടെ കൈകളും കാലുകളും മുറിച്ചു കളയപ്പെടുകയോ സ്വന്തം ഭൂമിയിൽ നിന്ന്, അവർ താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് അവർ നാടുകടത്തപ്പെടുകയോ തന്നെയാവും. ജോസഫ് മാഷിന്റെ അവസ്ഥ അറിയാമല്ലോ. കൈയും കാലും എന്ത് ചെയ്തു? മുറിച്ചു കളയപ്പെട്ടു. ശരിയല്ലേ? എതിർവശങ്ങളിൽ നിന്നാണ് വെട്ടിയത്. ആ പുസ്തകത്തിന്റെ അകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എതിർവശത്ത് നിന്ന് തന്നെയാണ് വെട്ടിയത്. അങ്ങനെ വെട്ടാൻ വേണ്ടി ആയത്തം പ്രകാരം വെട്ടണമെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെന്താണ്? അവരാ നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെടണം. അവർക്കത് അപമാനമാണ്. ഇഹത്തിലൊരു കാരണം ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന വിഷയത്തിൽ അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്ത ഒരാളെ അവിടെ നിന്ന് നാട് കടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടൊക്കെ നമ്മൾ കണ്ടില്ലേ, തല മുട്ടയടിച്ച് പച്ച കുത്തി വിടുക എന്നൊക്കെ. ആ രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് തന്നെ സംഭവിക്കുന്നുള്ളതാണ് പറയുന്നത്.
ഇനി അടുത്തത് 98 അധ്യായം 98 വ്യക്തമായ തെളിവ് 6. നിശ്ചയമായും വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ ജഹന്നമി നരകത്തിന്റെ അഗ്നിയിലായിരിക്കും. അതിൽ നിത്യവാസികളായിക്കൊണ്ട് അക്കൂട്ടർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് മോശമായവർ. വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവരെന്ന് പറയുന്ന ആരാണ്? ഈ ഭരണഘടനാ പ്രകാരമായിട്ട് തന്നെ മാതൃകയായിട്ട് തന്നെ നിയമ ഭരണഘടന ഉണ്ടാക്കി എന്ന് പറയുന്നത് മുഹമ്മദിലും അള്ളാഹുവിലും വിശ്വസിക്കാത്തവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അക്കൂട്ടർ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ മോശപ്പെട്ടവരായിട്ടുള്ളവരൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെ സാറേ, ഞാൻ പറയും ഈ ഇസ്ലാമിലുള്ളവർ വിശ്വസിക്കുന്നത് ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണ്. അത് ഞാനും ഉൾപ്പെടും, സാറും ഉൾപ്പെടും. അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്തവർ മുഴുവനും ബഹുദൈവ വിശ്വാസികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ പേരും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദുവിന്റെ പേരും വെച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി എന്ത് നിങ്ങൾ എഴുതിയിട്ടെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടി എത്രത്തോളം വാദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ബഹുദൈവ വിശ്വാസികൾ തന്നെയാണ്. അവർക്കൊരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുകയില്ല. യഹൂദനെയും ക്രൈസ്തവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന അവർക്ക് പ്രമാണം ഉള്ളപ്പോൾ എങ്ങനെ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റും? നിങ്ങൾ ഈ തച്ചിനിരുന്ന് അവർക്ക് വേണ്ടി എഴുതുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രസംഗിക്കാൻ നടക്കുന്നുണ്ടല്ലോ. അതെങ്ങനെ സാധിക്കും? നിങ്ങൾ ഇത് അറിയാൻ വയ്യാതെ അവർക്ക് വേണ്ടി വേല ചെയ്യുകയാണ്, അള്ളാഹുവിന് വേണ്ടി. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മക്കയിലൊരു സൂറ ഇറങ്ങിയിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല, ഫാത്തിഹ എന്ന് പറയും. അതില് ഈ 7 ആയത്തുകളിൽ 7-ാമത്തെ കോപത്തിനിരയായവരും വഴിപിഴച്ചവരും എന്നുള്ളത് കോപത്തിനിരയായവര് യഹൂദന്മാരും വഴിപിഴച്ചവര് ക്രിസ്ത്യാനികളുമാണെന്നുള്ളത് തഫ്സീറുകളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ളവർ വഴിപിഴച്ചവരാണെന്ന്, പിഴച്ചു പോയവരാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് വേണ്ടി ഈ പിഴച്ചവരായ നിങ്ങൾ എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്ത് എഴുതിയിടുന്നതെന്ന് എനിക്ക് അത്ര കണ്ടിട്ടും മനസ്സിലാകുന്നില്ല. എന്ത് ജീവിതമാണ്. ഇനി ഈ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ളവരുടെ ഇടയിൽ പോലും താമസിക്കരുതെന്നാണ് മുഹമ്മദിന്റെ കൽപ്പന. കാരണം അവർ കത്തിക്കുന്ന തീ പോലും പരസ്പരം കാണാനിടവരരുത്. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ല. ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിന്ന് നബി ഒരു സംഘത്തെ കബ്സം ഗോത്രത്തിലേക്ക് യുദ്ധത്തിന് അയച്ചു. അപ്പോൾ ഒരു വിഭാഗം സുജൂദിൽ തന്നെ നിലകൊണ്ടു. പക്ഷെ അവരും അതിവേഗത്തിൽ കൊല്ലപ്പെട്ടു. ആ വിവരം നബി അറിഞ്ഞു. നബി അവർക്ക് പകുതി നഷ്ടപരിഹാരം കൊടുക്കാൻ കൽപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ബഹുദൈവ വിശ്വാസികൾക്കിടയിൽ താമസിക്കുന്ന ഏതൊരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ്. അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ എന്തുകൊണ്ടാണിത്? നബി പറഞ്ഞു, അവർ കത്തിക്കുന്ന തീ പരസ്പരം കാണാൻ ഇടവരരുത്. ബഹുദൈവ വിശ്വാസികളുടെ ഇടയിൽ താമസിക്കുന്ന ഏതൊരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാണ്. ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായ മുഹമ്മദ് ഒഴിഞ്ഞു നിൽക്കും. കാരണം എന്താണ്? മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്, അന്ത്യനാളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പരലോകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ വക്കാലത്ത് പറയാൻ വരുന്നത്, ശുപാർശ ചെയ്യാൻ വരുന്നത് മുഹമ്മദ് ആണെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. ആ വിശ്വാസം വെച്ചുകൊണ്ട് ഈ ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് പറയാണ്, ബഹുദൈവ വിശ്വാസികളുടെ ഇടയിൽ താമസിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വരികയില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി മദീനയിൽ വെച്ചൊക്കെ ഇറക്കിയ ഇതിൻ്റെ അകത്ത് ഈ തഫ്സീറുകളും അതുകൂടാതെ ഈ ഹദീസുകളും മറ്റുള്ളതും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിലൊരു ഹദീസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അള്ളാഹു തുണച്ചാൽ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും. ഭയങ്കര സ്നേഹമായിരുന്നു. യഹൂദികളെയും ക്രൈസ്തവരെയായ അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്നും പുറത്താക്കുന്നതിന്റെ കാരണം എന്തുവാ? അവരവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇസ്ലാമിന്റെ വേരോട്ടം നടക്കുകയില്ല. കാരണം എന്താ? ആ വേരോട്ടം നടക്കുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പുള്ള കാര്യമാണ്. അവിടെ വേരോട്ടം നടക്കുകയില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം വേറൊന്നുമില്ല, അവർക്ക് ഇസ്ലാമിൻ്റെതായിട്ടുള്ള കാര്യത്തെ അന്ന് മുതലേ ക്രിസ്ത്യാനിറ്റിക്കും യഹൂദികൾക്കും ആശയപരമായിട്ട് നേരിട്ട് തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഈ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയൊക്കെ പണ്ട് പുരോഹിതന്മാര് തോൽപ്പിച്ച് കളഞ്ഞതുപോലെ ഒരു ഇതുണ്ടായിരുന്നു അവിടെ. ഇനി അടുത്തത്, ഈ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് നാട് കടത്തി വിട്ടു എന്നുള്ളത് ശരിയാണ്. ജാബിറിൽ നിന്ന് നബി പറഞ്ഞു കേട്ടതായി ഉമറുൽ ഖത്താബ് എന്നോട് പറഞ്ഞു, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും.
മുസ്ലിം അല്ലാത്ത ഒരാളും അവിടെ അവശേഷിക്കുകയില്ല. വളരെ സ്നേഹമുള്ളൊരു ആളായിരുന്നു മുഹമ്മദ്. കാരണം അദ്ദേഹത്തിന് ഈ അറേബ്യയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ മുസ്ലിങ്ങളെ മാത്രം താമസിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്നെക്കാളും യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും നാട് കടത്തണം എന്നുള്ള മുഹമ്മദിന്റെ ആഗ്രഹം സാധിച്ചു കാണാൻ മുഹമ്മദിന് ഭാഗ്യമുണ്ടായില്ല. അതിനു മുമ്പേ പുള്ളി എന്തായി? മയ്യത്തായി. എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ മുഹമ്മദിന്റെ അമ്മായിയപ്പൻ ഉമർ എന്ത് ചെയ്തു? അവരെ നാട് കടത്തി എന്നുള്ളത് ശരിയാണ്. ഇങ്ങനെയാണ് ആ ഹദീസ്. ഇബ്നു ഉമർ പറയുന്നു, ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ നാട് കടത്തി. ഖൈബർ കീഴടക്കിയപ്പോൾ ജൂതന്മാരെ അവിടെ നിന്ന് നാട് കടത്താൻ തിരുമേനി ഉദ്ദേശിച്ചിരുന്നു. തിരുമേനി ജയിച്ചടക്കിയപ്പോൾ ഭൂമി അള്ളാഹുവിൻ്റെതും അവന്റെ ദൂതന്റേതും മുസ്ലിങ്ങളുടേതുമായി തീർന്നു. തിരുമേനി ജൂതന്മാരെ പുറത്താക്കാൻ ആലോചിച്ചപ്പോൾ ആ ഭൂമി തങ്ങൾക്ക് തന്നെ ഉൽപ്പന്നത്തിന്റെ പകുതി പാട്ടം നിശ്ചയിച്ച് വിട്ടുതരണമെന്നും അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്നും ജൂതന്മാർ അപേക്ഷിച്ചു. നാം ഉദ്ദേശിക്കുന്ന കാലം വരേക്കും ഈ വ്യവസ്ഥയിന്മേൽ നിങ്ങൾക്കവിടെ താമസിക്കാമെന്ന് തിരുമേനി അരുളി. പിന്നീട് തൈമ, അരിഹാഖ് എന്നീ സ്ഥലങ്ങളിലേക്ക് ഉമർ നാട് കടത്തും വരെ അവരവിടെ താമസിച്ചു. ഇത് ഈ ഭയങ്കര സ്നേഹമായിരുന്നു. ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും അവരുടെ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനുമുള്ള അധികാരമുള്ള എന്ന് പ്രമാണത്തിൽ എഴുതി വെച്ച് മാതൃകാ ഭരണഘടന ഉണ്ടാക്കി എന്നൊക്കെ സാറ് പറഞ്ഞ സ്ഥലത്ത് അവരെ കീഴടക്കിയിട്ട് അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. സാർ ഇതൊന്നും വായിക്കാതെ എന്തിനാണ് ഇങ്ങനെ? എന്തെങ്കിലും ആയിക്കോട്ടെ, സാറിൻ്റെതായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഒരു കാര്യം പറയാം സാറേ, ജീവനുള്ള ദൈവമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഈ മുസ്ലിങ്ങളുടെ ആശയപരമായിട്ട് ഞങ്ങൾ നേരിടുന്നില്ല. അത് അവർ ഞങ്ങളുടെ സഹോദരന്മാർ ആശയപരമായിട്ട് ഞങ്ങൾ നേരിടും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ ശരിയാണ്. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ സത്യത്തിന്റെ കൂട്ടത്തിലേ നിൽക്കത്തുള്ളൂ. അത് സത്യം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൂടാതെ ഈ ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും മുഹമ്മദിന് വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യം ഹദീസിന്റെ അകത്തുണ്ട്. ഭയങ്കര വെറുപ്പാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അബൂബുർദ തന്റെ പിതാവിൽ നിന്ന് നിവേദനം, നബി പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പോലുള്ള പാപങ്ങളുമായി വരും. എന്നിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അവ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും മേൽ വെക്കും. എഴുതിയിരിക്കുന്നതാണ്. ഈ ഹദീസിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. അത്രയ്ക്ക് വെറുപ്പാണ്, അത്രയ്ക്ക് അറപ്പാണ് ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും. അല്ലെങ്കിൽ പർവ്വതം പോലുള്ള പാപങ്ങളുമായിട്ട് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ വരുമ്പോഴത്തേന് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ട് അവ ക്രിസ്ത്യാനികളുടെ ജൂതന്റെയും മേൽ വെക്കും എന്ന് പറയുമ്പോൾ ഈ മാതൃകാ ഭരണഘടനയിൽ എവിടെയാണ് സാറേ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുല്യമായിട്ടുള്ളതെന്ന് പറയുന്നത്? വിശുദ്ധ വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ലാന്നാ. റോമാലേഖനം 2-ാം അധ്യായത്തിനടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസാക്ഷിയുടെ കാലത്തുള്ളവരെ പോലെ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെ പറ്റി പറയുന്നുണ്ട്. സകല ജാതികളും സകല വംശങ്ങളും ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കേണ്ടി വരും, ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും, ഉറപ്പാണ് എന്നും പറഞ്ഞ് ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ സ്നാനപ്പെട്ടയാളാണ് എന്നൊക്കെ പറയുമ്പോൾ നടക്കുന്ന ക്രിസ്ത്യാനിയെ എന്റെ പാപം എടുത്തിട്ട് സ്നാനപ്പെടാത്ത ഒരു തന്റെ തലയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാത്ത ഒരാളുടെ തലയിലേക്കോ അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കാത്ത ഒരാളുടെ തലയിലേക്കോ വെക്കുമെന്ന് എന്റെ വിശുദ്ധ വേദോസ്തത്തിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല. സകല ജാതികളെയും ദൈവം ന്യായം വിധിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരുപോലെ മുഖപക്ഷമില്ല. ഇവിടെ അതാണോ? ഇവിടെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പാവങ്ങളുമായിട്ട് വരും, എന്നിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേന് എന്താണ്? അതെടുത്തിട്ട് ക്രിസ്ത്യാനിയുടെയും ജൂതന്റെ തകർപ്പ് എത്രത്തോളം പാപം ചെയ്താലും നിങ്ങൾ ചിലപ്പോൾ ചില മുസ്ലിങ്ങളൊക്കെ ഭയങ്കര ചിരിച്ചും കളിച്ചും ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ പറയേ വളരെ സ്നേഹമുള്ളൂ. ചുമ്മാതാണ്. ഞങ്ങൾ ഈ ഭൂമിയിൽ ചെയ്ത സകല പാപങ്ങളുടെയും ഭാരം വഹിക്കാൻ നടക്കുന്ന പണിക്കാരാണ്, ഭാരവാഹികളാണ് നിങ്ങൾ എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നത്. അല്ല സ്നേഹത്തിന്റെ ചിരിയൊന്നുമില്ല. മുസ്ലിങ്ങൾക്ക് മുസ്ലിമേ അല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ഇനി മുഹമ്മദിന്റെ മരണസമയത്ത് എന്തായിരുന്നു? ക്രിസ്ത്യാനികളെയും ജൂതനെയും ശപിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് തന്നെ. ആയിഷ ഇബ്നു അബ്ബാസും നിവേദനം, അള്ളാഹുവിന്റെ ദൂതൻ തന്റെ മരണക്കിടക്കയിൽ ഒരു പുതപ്പ് മുഖത്ത് വെച്ചു. ചൂട് അനുഭവിക്കപ്പെടുമ്പോൾ അദ്ദേഹം അത് മുഖത്ത് നിന്ന് നീക്കം ചെയ്യുമായിരുന്നു. ആ അവസ്ഥയിൽ പുതപ്പിടുകയും നീക്കം ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, കാരണം അവർ അവരുടെ പ്രവാചകന്മാരുടെ ശവകുടീരങ്ങൾ ആരാധനാലയങ്ങൾ പണിയുന്നു. ഏത് പ്രവാചകനെയാണ്?
ഏത് പ്രവാചകന്റെ ശവകുടീരം എടുത്തു വെച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ ആരാധനാലയം ഉണ്ടാക്കിയത്? ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നിയിരിക്കുന്ന ഓരോ ചിന്താഗതികളെ എടുത്തു വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ തലയിലേക്ക് വെച്ച് ഇങ്ങനെ വിടുകയാണ്. എന്നെ കേട്ട നിങ്ങളോട് പറയട്ടെ, ഇത്രത്തോളം വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ, ഈ ഇസ്ലാമിന്റെ മാത്രം പ്രവാചകനായ മുഹമ്മദ്, അദ്ദേഹമാണ് ഒരു ഭരണഘടന ഉണ്ടാക്കിയത്. ആ ഭരണഘടനയ്ക്ക് അകത്ത് യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനും അവകാശമുണ്ടെന്ന് സാർ ഇത് പറഞ്ഞപ്പോൾ, സാർ ഇത് മക്കയിൽ നിന്നുള്ളതല്ല, മദീന സൂറയിൽ നിന്നുള്ള ആ ഖുർആൻ ആയത്തുകൾ വായിച്ചത്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രമാണ് ഇത് വായിക്കുന്നത്. അതിൻ്റെ അകത്ത് എവിടെയാണ് സ്നേഹമുള്ളത് ക്രിസ്ത്യാനികളോടും യഹൂദന്മാരോടും? പിന്നെ ചില ആൾക്കാർ എന്നിട്ട് പറയും, യഹൂദന്റെ ജനാസ കണ്ടപ്പോൾ നബി എഴുന്നേറ്റ് വന്നു. ചുമ്മാ ലോക കള്ളത്തരം അത്. ആ ജനാസയ്ക്ക് പിന്നാലെ മരണദൂതനെ കണ്ടുകൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്, അല്ലാതെ ജനാസ കണ്ടതുകൊണ്ടൊന്നുമല്ല. പിന്നെ പറയും, നബി മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇതെല്ലാം ജൂതന്റെ അടുത്ത് പണയം വെച്ചിരിക്കുന്നത്, അത് കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഖദീജയുടെ നല്ല രീതിയിലുണ്ടായിരുന്നു കാശ്, ഇല്ലായിരുന്നോ? ഇനി എത്രയോ ഗോത്രങ്ങളെ പിടിച്ചടക്കി, അവിടുന്നല്ല ഇത്ര ശതമാനം വെച്ച് അള്ളാഹുവിനും താങ്കൾക്ക് ഈ മുഹമ്മദിനും പങ്കുണ്ടായിരുന്നു. ഈ കാശെല്ലാം എവിടെ പോയി? അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയാണ്, ഒരു രീതിയിൽ അവർക്ക് സ്നേഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് മദീനയിൽ വെച്ച് ഒരു ഭരണഘടന ഉണ്ടാക്കി, അത് ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രാർത്ഥിക്കാനും ജീവിക്കാനുമുള്ള മാതൃകാ ഭരണഘടനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. കാരണം അത് ഒരു രീതിയിലും ഇസ്ലാമിന്റെ പുസ്തകം കൊണ്ട് തന്നെ പറ്റത്തുമില്ല. അത് മനസ്സിലാക്കുക. പിന്നെ ഭരണഘടന ഇസ്ലാമിന് അതിൻ്റെ അകത്ത് പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു തള്ളാനേ പറ്റത്തുള്ളൂ. അത് വേറൊരു വിഷയം. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയാണ്, യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുതെന്ന് അവർ പറഞ്ഞിരിക്കുകയും അങ്ങനെ അവർ പ്രവർത്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെയും മറ്റുള്ളവരെയും ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ പ്രമാണം അനുസരിച്ച് എന്താണ്, അവർക്ക് ഒരു രീതിയിലും സ്നേഹിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു രീതിയിലും നമ്മളോട് സ്നേഹത്തിന്റെ ഒരു കണിക പോലുമില്ല. എങ്കിലും അവർ സ്നേഹത്തിന്റെ കണികയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പുള്ള കാര്യം, അവർ ചതിയിൽപ്പെടുത്തും. ചതിയിൽ പെട്ടുപോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയുകയാണ്, ജീവനുള്ള ദൈവം നിങ്ങളെല്ലാരെയും സഹായിക്കട്ടെ. ഈ ഖുർആൻ ആയത്തുകൾ വായിക്കാൻ കാരണമാക്കിയ ആ മുസ്ലിം സഹോദരനും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും സത്യം മനസ്സിലാക്കുക. സത്യം ഒന്നേ ഉള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക. കാരണം ആ വിശ്വാസത്തിനായ പൂർത്തി വരുത്തനുമായ ക്രിസ്തു നിങ്ങളെല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരും ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.